കാത്തു കാത്തു ഞാനിരുന്നു. എന്തുകൊണ്ടാണ് പിരിയാനുള്ള കാരണം എന്ന് രഹസ്യം അറിയാത്തതുകൊണ്ട് പലതും പറയാം. എങ്ങു പോയി നീ പറന്ന് സലാം ചൊല്ലി പിരിയും മുമ്പ് റൂഹേ നിക്കവളിലേക്കൊന്ന് ഹിജ്റ പോ. പേടന്റെ ഒരു എഴുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷാവുൽക്ക ഒരു ഗംഭീര ലിറിക്സിസ്റ്റാണ്. കണ്ണൂർ രാജൻ ഓരോ വാക്കുകളും ആളുകളിലേക്ക് എത്തിക്കുന്നതിന്റെ ഒരു രീതിയൊക്കെ പഠിപ്പിച്ചിരുന്ന നമ്മളൊക്കെ മുമ്പായിക്കാണ്. പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ. തെറ്റുകളെ നല്ലതെന്ന് ഒരിക്കലും പറയുന്നില്ല. തെറ്റുകൾ തന്നെയാണ്. ഒരിക്കലും ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് പഠിക്കണ്ട എന്നല്ല പറയുന്നത്, പഠിക്കണം എന്ന് തന്നെ ഞാൻ പറയൂ. പക്ഷെ പേഴ്സണലി ഞാൻ പഠിക്കാൻ മടിയുള്ള ഒരാളാണ്. എൻ്റെ ആദ്യ ഭാര്യ തന്നെയാണ്, എൻ്റെ മോളുടെ ഉമ്മയാണ്. ഉപയോഗിക്കൂല, അല്ലെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യൂല, അങ്ങനെ ശ്രദ്ധിക്കാതെ വെച്ചൊരു പാട്ട് പിന്നീട് ആളുകളിലേക്ക് എത്തുന്ന ഒരു സംഗതിയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കണ്ടതില്ല നിന്നെ മാത്രം ഒക്കെ ഹം ബിച്ഛടേ तो शायद മോന്തിയ ലഹരിക്കല്ല ഓളനോട്ടത്തിനാണേറ്റം കിക്ക്. രാജാൻ ഒബ്വിയസ്ലി ബീഗമാണ് ഞങ്ങളെ പ്രണയിക്കാൻ പഠിപ്പിച്ചത്. ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും, നീ എങ്ങനെ തുണയാകും, നീ എങ്ങനെ മരമാകും. ദുആ കൊണ്ടെനിക്ക് കുപ്പായം തുന്നി. രണ്ടാളും കപ്പിളായിട്ടാണ് ആളുകൾക്കിടയിൽ പാടി. ഓമലാളെ